Dear students, welcome to English grammar class. Today it is the last session of question check. It's a very important part for the exam and we are reaching in the third stage. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിലറീസ് വിൽ, ഷാൽ എന്നിവയൊക്കെയാണ്. ചില പ്രത്യേക ഘട്ടങ്ങളിലാണ് ഇത്തരം പ്രയോഗങ്ങൾ വരുന്നത്. നോക്കാം. ഇംപാരറ്റീവ് ആജ്ഞകളാണെങ്കിൽ ഒരാൾ സംസാരിക്കുന്ന വാചകം സപ്പോസ് ഇറ്റ് ഈസ് എ കമാൻഡ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് എ ഇംപാരറ്റീവ്. അതിൽ ഉപയോഗിക്കുന്ന രീതി നോക്കുക. ഡോണ്ട് ക്രോസ് ദ റെയിൽ ട്രാക്ക്. ഇത് പരീക്ഷയിൽ ചോദിച്ചതാണ്. ഡോണ്ട് ക്രോസ് ദ റെയിൽ ട്രാക്ക്. റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കരുത്. ഇറ്റ് ഈസ് ദ വാർണിംഗ് ഓഫ് ദി ടീച്ചർ ഓർ അഡ്വൈസ് ഓഫ് ദി ടീച്ചർ ഓർ കമാൻഡ് ഓഫ് ദി ടീച്ചർ ഓർ ഓർഡർ ഓഫ് ദി ടീച്ചർ. അപ്പം സ്കൂളിൻ്റെ അടുത്തുള്ള റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കരുതെന്ന് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങളോട് പറയുന്നു. ഡോണ്ട് ക്രോസ് ദ റെയിൽ ട്രാക്ക്. ഇവിടെ നമ്മൾ കാണുന്നത് ഡു ആണ്. പക്ഷേ ഈ വാചകത്തിൻ്റെ ധ്വനി ഇംപാരറ്റീവ് ഗ്രൂപ്പായതുകൊണ്ട്, കമാൻഡ് ആയതുകൊണ്ട് ഇംഗ്ലീഷുകാരുടെ രീതിയിൽ അതിനുപയോഗിക്കുന്നത് ഡു യു എന്നല്ല വിൽ യു. അങ്ങനെ ചെയ്യുമോ? വരാൻ പോകുന്നുള്ള കാര്യം. ദാറ്റ് ഈസ് വൈ വിൽ ഈസ് യൂസ്ഡ്. വരാൻ പോകുന്നതാണ്, സംഭവിക്കാൻ പോകുന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഡോണ്ട് ക്രോസ് ദ റെയിൽ ട്രാക്ക്. വിൽ യു? അങ്ങനെ ചെയ്യുമോ? നോ. ഡോണ്ട് ടച്ച് ദിസ് ബോക്സ്. ഏതോ മെഷീൻസ് ഒതുക്കി ഒരുക്കി വെച്ചിരിക്കുന്നതാണ്, അതിൽ സ്പർശിക്കരുത്, ആ പെട്ടിയിൽ തൊടരുത്. ഡോണ്ട് ടച്ച് ദിസ് ബോക്സ്. തൊടുമോ? ദാറ്റ് ഈസ് വിൽ യു. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ഇറ്റ് ഈസ് എ command or it is a order or like സ്റ്റോൺ. അതേമാതിരിയുള്ളൊരു ധ്വനിയാണത്. അതുകൊണ്ട് ഇംപാരറ്റീവ് ഇങ്ങനത്തെ വാചകങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ വിൽ എന്ന വാക്കാണ്, സഹായക്രിയയാണ്, ഫ്യൂച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്ന സഹായക്രിയയാണ് അവിടെ ഉപയോഗിക്കുന്നത്. കാരണം സംഭവിക്കാൻ പോകുന്ന കാര്യം ഫ്യൂച്ചറാണ്, പക്ഷേ ആജ്ഞാരീതി ഇങ്ങനെയാണ്. സോ വൺസ് അഗെയിൻ, in imperative tone will is used, especially don't cross the rail track. Will you? Don't touch this box. നിഷേധമാണല്ലോ ആജ്ഞയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അത് റിക്വസ്റ്റായി മാറുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് വന്നത്. അടുത്തത് ഷാൽ. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യം. ഷാൽ. ഏത് വാചകം ലെറ്റിൽ തുടങ്ങുന്നുവോ, ലെറ്റസ് എന്ന് വരിക, അല്ലെങ്കിൽ ലെറ്റ് മീ സാധാരണ ഇതിലുണ്ടാവും. പക്ഷെ അത് എൻ്റെ കാര്യമായതുകൊണ്ട് ഞാനതിൽ ടാഗ് ഇടേണ്ട കാര്യമില്ല. അത് ലെറ്റ്. സപ്പോസ് എനി സച്ച് സീക്കിംഗ് പെർമിഷൻ. ഇങ്ങനെ പെർമിഷൻ മറ്റുള്ളവരുടെ ഇടുന്ന കൂട്ടത്തിലുള്ളവരോട് നമ്മൾ അവരുടെ പെർമിഷൻ ചോദിക്കുന്നതാണ്. ലെറ്റ് സ്റ്റാർട്ട് ദി ജേണി. നമുക്ക് യാത്ര ആരംഭിക്കാം അല്ലേ? കണ്ടോ? ഷാൽ വി. സോ please note it, carefully learn it. Shall എവിടെയാണ് ഉപയോഗിക്കുന്നു? എവിടെ ഉപയോഗിക്കുന്നു? ലെറ്റേഴ്സ്. എവിടെ ഉപയോഗിക്കുന്നു? സപ്പോസ് ദി സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് ലെറ്റേഴ്സ് ആൻഡ് ഇഫ് വി ഹാവ് ടു ആഡ് എ ടാഗ്, ദാറ്റ് ടാഗ് ഷുഡ് ബി ഷാൽ. അവിടെ നോട്ടില്ല, അപ്പം ഷാൽ നോട്ട് ബി എന്നല്ല വേണ്ടത്, ഒക്കെ തെറ്റിപ്പോകും. ഇതവരുടെ രീതിയാണ്, ടാഗിൻ്റെ രീതി ഇങ്ങനെയാണ്. ഇംഗ്ലീഷിൽ വിൽ എന്ന സഹായക്രിയയും ഷാൽ എന്ന സഹായക്രിയയും പ്രത്യേകം പഠിച്ചു വെക്കാനുള്ളത് ഇതാണ്. എന്താണ്? ഇംപാരറ്റീവ് സെൻറ്റൻസിൽ ഒരു ആജ്ഞയായിട്ട് ഒരു വാചകം സ്വരൂപിക്കപ്പെടുമ്പോൾ അതിന് ചേർക്കുന്ന ടാഗ് വിൽ ചേർത്താണ്. ഫോർ എക്സാമ്പിൾ, ഡോണ്ട് ക്രോസ് ദ റെയിൽ ട്രാക്ക്. വിൽ യു? ഡോണ്ട് ടച്ച് ദിസ് ബോക്സ്. വിൽ യു? അതുമാതിരി ലെറ്റ് us start the journey. ഷാൽ വി? നമുക്ക്
ചെയ്യാം. അല്ലേ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ നോട്ടില്ല. എന്നാൽ പോലും ഇങ്ങനെ ഈ രീതിയിൽ ഷാൽ വി കൊണ്ട് മാത്രമേ അത് രേഖപ്പെടുത്താൻ പാടുള്ളൂ. ലെറ്റ് us take some food. നമുക്കല്പം ഭക്ഷണം കഴിക്കാം. അല്ലേ, ദാറ്റ് ഈസ് ഓൾസോ ഷാൽ വി. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ച വാചകങ്ങളാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് ഫൈനൽ പരീക്ഷ, മാർച്ച് പരീക്ഷ ആകുമ്പോഴത്തേക്കും ഒട്ടേറെ ക്വസ്റ്റ്യൻ പേപ്പറിലെ വാചകങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പഠിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വാചകങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് അത് ആവർത്തിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ തരത്തിലും ഏതെങ്കിലും ഒരു കുറച്ച് വാചകം പഠിച്ചു വെച്ചത് കൊണ്ടല്ല. നേരെ മറിച്ച് ഏതൊക്കെ ചോദിക്കാം, എക്സെപ്ഷണലായിട്ട് ഏതൊക്കെ ചോദിക്കാം. നോക്കൂ, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ തിരഞ്ഞാൽ കാണുന്നൊരു സാധനമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. എക്സെപ്ഷണൽ യൂസേജാണ്. അതായത് നമുക്കറിയാം ഹാർഡ്ലി സ്കിൽസിൽ ഞാൻ റെഫറൻസ് ക്ലാസ്സിൽ ചെയ്താണ്, ഇനിയും പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്തു തരും. ഈ ഹാർഡ്ലി സ്കിൽസിൽ സെൽഡം എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് ടേംസാണ്. ആ നെഗറ്റീവ് ടേംസ് വരുന്ന വാചകങ്ങളിൽ നോട്ടിൻ്റെ അർത്ഥമായിരിക്കുമല്ലോ. ആ നോട്ട് കാണുന്നില്ല, പക്ഷെ പദത്തിന് നോട്ട് എന്ന സെൻസ് ഉണ്ട്, മീനിങ് ഉണ്ട്, അർത്ഥമുണ്ട്. അതുകൊണ്ട് അത് എക്സെപ്ഷണൽ യൂസേജ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇത് പരീക്ഷയിൽ ചോദിച്ചതാണ്, PSCക്ക് സാധാരണ ചോദിക്കുന്നതാണ്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. ഇവിടെ കൺഫ്യൂഷൻ വരും. കുരയ്ക്കും പട്ടി കടിക്കില്ല. സെൽഡം ബൈറ്റ്. സെൽഡം മീൻസ് നെവർ, ഒരിക്കലും ഇല്ല. ബൈറ്റ് കടിക്കില്ല. കുരയ്ക്കും പട്ടി കടിക്കില്ല. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. അപ്പോൾ കണ്ടോളൂ, ഇവിടെ ഡോഗ് എന്ന ഏകവചനമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ ബൈറ്റ് എന്നുള്ള ഡൂ ഫോമാണ് കാണുന്നത്. കണ്ടോ, ഡോഗ് ആണെങ്കിൽ ബൈറ്റ്സാ വേണ്ട. സാധാരണഗതിയിൽ ഡോഗ്സ് ആണെങ്കിലാണ് ബൈറ്റ്. പക്ഷേ ഇത് അപ്രയോഗമല്ല, അത്തരത്തിൽ പ്രയോഗമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രൂത്താണ്, നാച്ചുറൽ ട്രൂത്താണ്. ഇത് ഒരു പട്ടിയുടെ കാര്യമല്ല, ജനറലായിട്ട് പറയുന്നതാണ്. പശു പല നിറം, പാൽ ഒരു നിറം എന്ന് പറയുന്നത് പോലെ ദാറ്റ് ഈസ് നോട്ട് ദ സ്റ്റോറി ഓഫ് എ സിംഗിൾ പശു. സോ ദിസ് ഈസ് നോട്ട് ദ സ്റ്റോറി ഓഫ് എ സിംഗിൾ ഡോഗ്. ബാർക്കിംഗ് ഡോഗ്, ആക്ച്വലി ദീസ് ആർ ഡോഗ്സ്. കുരയ്ക്കുന്ന പട്ടികൾ കടിക്കില്ല എന്ന് പറയുന്നതിന് പകരം അതൊരു അഡേജ് ആയിട്ട്, അതൊരു സെയിങ് ആയിട്ട്, അതൊരു പ്രോവർബ് പോലെ പറയുമ്പോൾ ഡോഗ്സ് ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. ഇതൊരു നെഗറ്റീവ് ടേമാണ് സെൽഡം. അതുകൊണ്ട് നെഗറ്റീവിൽ ഇവിടെ പോസിറ്റീവ് ടാഗ് എടുക്കാം. ബൈറ്റ് എന്ന വാക്കിൻ്റെ ഡു എടുത്തു. അതുകൊണ്ടാണ് ഈ കണ്ടോ, ദേ ഡോഗ് അല്ല, ഡോഗ്സ് ആണ്. അതുകൊണ്ടാണ് ഡു ദേ. വളരെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് ഈ 6 എണ്ണവും. കണ്ടോ, ബാർക്കിംഗ് ഡോഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു നോക്കൂ. ഡു ദേ, അവ അങ്ങനെ ചെയ്യുമോ? കുരയ്ക്കും പട്ടി കടിക്കില്ല. അപ്പോൾ നമുക്കറിയാം ഒരു പട്ടിയുടെ കാര്യമല്ല. കുരയ്ക്കുന്ന പട്ടികൾ അവ സാധാരണ കടിക്കാറില്ല. അവ, അതാണ് ദേ. കണ്ടോ, അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുന്നവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ജീവിതത്തിൽ മറന്നു പോകില്ല ഈ വാചകമൊന്നും. ഇതൊരു പ്രൊവർബല്ലേ, ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. അടുത്ത് നോക്കൂ, വി ക്യാൻ ഹാർഡ്ലി സീ ഇറ്റ്. നമുക്കത് കാണാനേ കഴിയുന്നുണ്ടോ? ക്യാൻ ബി. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇത് പിന്നെ ക്യാൻ തന്നെ എടുത്തിട്ടത്. പക്ഷെ ഹാർഡ്ലി എന്ന നെഗറ്റീവ് ടേം ഇവിടെ ഉള്ളത് കൊണ്ടാണ് കാണ്ട് വി എന്ന് പറയാതിരുന്നത്, ക്യാൻ വി പറഞ്ഞത്. കണ്ടോ, ഇത് എഴുതിയെടുത്തോളൂ. 6 വാചകം കൃത്യമായിട്ട് എഴുതിയെടുക്കുക. കണ്ടോളൂ, ഒന്നാമത്തത് വിൽ എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നതിന് എക്സാമ്പിൾ ഒന്നാമത്തത് ഇമ്പാരറ്റീവിലാണ്. എഴുതിക്കോളൂ, ഡോണ്ട് ക്രോസ് ദി റെയിൽ ട്രാക്ക്. റെയിൽ ട്രാക്ക് മുറിച്ച് കടക്കരുത്. എന്താണ് ടാഗ്? വിൽ യു. രണ്ടാമത്തെ എഴുതിക്കോളൂ, ഡോണ്ട് ടച്ച് ദിസ് ബോക്സ്. ഈ പെട്ടി തൊടരുത്. ഡോണ്ട് ടച്ച് ദിസ് ബോക്സ്. ഈ ബോക്സ്
തുടരുത്, തൊടുമോ, ദാറ്റ് ഈസ് വിൽ യു. അപ്പോൾ എവിടെയാണ് വിൽ ഉപയോഗിച്ചതെന്ന്? പ്രത്യേകിച്ചും ഇമ്പാരറ്റീവിൽ, ആജ്ഞയിൽ. ഷാൽ ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്ന് നോക്കൂ. ഏത് വാചകം ലെറ്റിൽ തുടങ്ങുന്നു? എഴുതിക്കോളൂ. ലെറ്റ് us സ്റ്റാർട്ട് ദ ജേണി. ലെറ്റ് us സ്റ്റാർട്ട് ദ ജേണി. നമുക്ക് യാത്ര ആരംഭിക്കാം. ഷാൽ വി? അടുത്തത് ലെറ്റ് us ടേക്ക് സം ഫുഡ്. നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാം. ലെറ്റ് us ടേക്ക് സം ഫുഡ്. ഷാൽ വി? അല്ലേ? ഇനി എക്സെപ്ഷണൽ യൂസേജ് ഒന്ന് കൊടുക്കൂ. എക്സെപ്ഷണൽ, EXCEPTIONAL, പ്രത്യേക പരാമർശ ഉപയോഗം. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. ബാർക്കിംഗ് BARKING, ഡോഗ്. സെൽഡം SELDOM, ബൈറ്റ് BITA. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. കുരയ്ക്കും പട്ടി കടിക്കില്ല. എന്താണ് ടാഗിൽ കൊടുത്തത്? ഡു ദേ. എവിടെ നിന്ന് വന്നു ദേ? ഈ ഡോഗ് അല്ല, ഡോഗ്സ് ആണ്. ഇവിടെ നിന്ന് വന്നു ഡു, ബൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. ഇത് പ്രയോഗമായതുകൊണ്ടാണ് ഡോഗ്സ് എന്ന് എഴുതാത്തത്. ഇത് നെഗറ്റീവ് ആയതുകൊണ്ടാണ് നോട്ട് ചേർക്കാത്തത്. ഓക്കെ. ലാസ്റ്റ്, വി ക്യാൻ ഹാർഡ്ലി സീ ഇറ്റ്. നമുക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ. ഹാർഡ്ലി നെഗറ്റീവാണ്, അതുകൊണ്ട് പോസിറ്റീവ്. ക്യാൻ വി, നമുക്ക് കഴിയുന്നുണ്ടോ, കാണാൻ കഴിയുന്നുണ്ടോ. യെസ്, it's an activity from the textbook, and certain important sentences can be asked over the exam. പരീക്ഷയ്ക്ക്, മാർച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന പുസ്തകത്തിൽ തന്ന ചില ടാഗ് ക്വസ്റ്റ്യൻസ് ആക്ടിവിറ്റി ആയിട്ട് തന്നു. നമുക്ക് ചെയ്ത് നോക്കാം. 1, എഴുതിയെടുക്കണം. 8 എണ്ണം എഴുതിയെടുക്കണം. ടെസ്റ്റിലുള്ളതാണ്, അതുകൊണ്ട് എഴുതിയെടുക്കാതെ ഈ കഷ്ണം മാത്രം എഴുതിയെടുക്കരുത്. അത് പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യില്ല. മാത്രമല്ല, ഞാനിവിടെ ഹാഫ് ഇയർലി പരീക്ഷ നടത്തുമ്പോൾ മാത്സ് കെമിസ്ട്രി കഴിഞ്ഞ് ഫിസിക്സോ ബയോളജിയോ നടത്തിക്കഴിഞ്ഞാൽ മൂന്നാമത്തത് ഇംഗ്ലീഷിൻ്റെ പരീക്ഷയായിരിക്കും. അതിനിടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് റൂമിൽ അല്ലാതിരുന്നിട്ട് പോലും ദിവസങ്ങളോളം എടുത്ത് ഇതൊക്കെ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഫോർ യു. ശ്രദ്ധിക്കണം, ഇത് എഴുതിയെടുക്കുക. ഹി സംടൈംസ് റീഡ്സ് ന്യൂസ് പേപ്പർ. സബ്ജക്റ്റ് ഹി ആണ്, റീഡ്സ് ആണ് വെർബ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ടാഗ്. റീഡ്സിൽ ഡസ് എടുത്തു, നോട്ട് ചേർത്തു, സബ്ജക്റ്റ് ഹീ ഇട്ടു. പ്രൊനൗൺ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. നാളെ പേരാണെങ്കിലും ഹീ തന്നെ. കണ്ടല്ലോ. ഹി സംടൈംസ് റീഡ്സ് ന്യൂസ് പേപ്പർ. ഡസൻറ്റ് ഹി? 2, ഐ തിങ്ക് ഹീ ഈസ് ഫ്രം മാൽഡീവ്സ്. മാലിദ്വീപ് എന്ന് പറയുന്നതാണ് മാൽഡീവ്സ്. കണ്ട, എനിക്ക് തോന്നുന്നു അദ്ദേഹം മാലിദ്വീപിൽ നിന്നും വന്ന ആളാണെന്ന്. ഐ തിങ്ക് ഹീ ഈസ്. ആ തിങ്കിൻ്റെ ഡു അല്ല എടുത്തത്, ഹീ ഈസ്. കണ്ട, ഐ തിങ്ക് ഹീ ഈസ്. അയാളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്, അയാളെപ്പറ്റിയാണ് ചോദിക്കുന്നത്. ഐ തിങ്ക് ഹീ ഈസ് ഫ്രം മാലിദ്വീപ്. ഈസിൻറ്റ് ഹീ? ഡോൺ ഐ എന്നൊന്നുമല്ല, ഞാനല്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് അവിടെ വാചിച്ചിരിക്കുന്നത്. ഇവിടെയാണ് വാചകം. ഹീ ഈസ് ഫ്രം മാൽഡീവ്സ്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഐ തിങ്ക് അതിൻ്റെ ഒരു പരാമർശ പദം മാത്രമാണ്, അതുകൊണ്ട് തെറ്റ് എഴുതി പോകരുത്. ഐ തിങ്ക് ഹീ ഈസ് ഫ്രം മാൽഡീവ്സ്. ഈസ് ഇൻഡ് ചേർത്തു, പോസിറ്റീവാണ്, അതുകൊണ്ട് നെഗറ്റീവാക്കി. ഈസ് ഇൻ ഹീ. കണ്ടോ, ഇതാണ് സബ്ജക്റ്റ്. അദ്ദേഹം മാലിദ്വീപിൽ നിന്നാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അല്ലാതെ ഐനെ എടുത്ത് ചേർക്കരുത്, തിങ്ങിനെ എടുത്ത് ചേർക്കരുത്. 3, ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത്. അപ്പം കമൻ്റാണ്, ഇമ്പാരറ്റീവാണ്, ആജ്ഞയാണ്, ഓർ വാണിംഗ് ആണ്, ഓർ അഡ്വൈസാണ്. അപ്പം മാഷ് നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും വാചകം ക്രിയ കൊണ്ടോ സഹായക്രിയ കൊണ്ടോ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഇമ്പാരറ്റീവ് ആയിരിക്കും. അതാണ് അടയാളം. ഡോണ്ട് ടോക്ക് വൈ ഐ ആം സ്പീക്കിംഗ് ഓർ വൈ ഐ ആം ടീച്ചിങ്. അത് നേരത്തെ ഞാൻ പഠിപ്പിച്ചതാണ്. കണ്ടോളൂ. വിൽ യു എവിടെയും
കണ്ടാൽ ഡു എടുത്തിട്ട് ഡു എടുത്ത് ഇവിടെ ഇടാൻ പാടുണ്ടോ? ഡോണ്ട് യു എന്ന് വെച്ച് ഡു യു എന്ന് പറയാൻ പാടുണ്ടോ? പറ്റില്ല. എന്ത് പറയണം? വിൽ യു. പരീക്ഷ ആളെന്ന് പുറത്ത് വന്നിട്ട് അയ്യോ അങ്ങനെയായി പോയി എന്ന് ചിന്തിക്കാൻ ഇടവരരുത്. പഠിച്ചു വെക്കുക. ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്. ഇറ്റ്സ് ആൻ ഇമ്പാരറ്റീവ് സെൻറ്റൻസ്. കണ്ടോ? വിൽ യു. വീണ്ടും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ലെറ്റ് us go swimming. നമുക്ക് നീന്താൻ പോകാം. മാഷ് സൂചിപ്പിച്ചു, പഠിപ്പിച്ചു. സപ്പോസ് ദ സെൻറ്റൻസ് begins with let us, then what would be? That is shall. കണ്ടോ? shall we. Let us go swimming. നമുക്ക് നീന്താൻ പോകാം അല്ലേ? that is shall we. 5 pass me. എനിക്ക് തരൂ. ക്രിയയിലാ തുടങ്ങുന്നു. ഇമ്പാരറ്റീവാണ്. കണ്ടോ? പാസ് മീ ദ സാൾട്ട്. പാസ് മീ ദ സാൾട്ട്. അതിൽ ഡു എന്നല്ല ചേർത്ത്. കണ്ടോ? വോൺ യു. തരില്ലേ. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇട്ടു. വിൽ നോട്ട്. ഇവിടെ നമ്മൾ വിൽ യു ഇട്ടു. കണ്ടോ? ഇവിടെ നമ്മൾ ഇത് ഡോണ്ട് നെഗറ്റീവ് ഉണ്ട്, അതുകൊണ്ട് വിൽ യു ഇട്ടു. ഇവിടെ പാസ് ബി ദ സോൾട്ട്. ആ ഉപ്പ് എൻ്റെ അടുത്തേക്ക് നീക്കി തരൂ. വൺ യു. അങ്ങനെ ചെയ്യില്ലേ. ഇമ്പാരറ്റീവ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. 6 ഹി കുഡ് ഹാവ് ബട്ട് എ കാർ. അവനൊരു കാറ് വാങ്ങാൻ കഴിയും. കുഡിൻറ്റ് ഹി. കഴിയില്ലേ. കഴിയുമായിരുന്നില്ലേ. അവൻ്റെ കാറ് വാങ്ങാൻ കഴിയുമായിരുന്നു. കുഡ് ഹാവ്. കണ്ടോ? കുഡിൻറ്റ് ഹാവ്. ആ ഹാവിന് രണ്ടാമത്തത് ഹി മാത്രം മതി. ഹാവ് എടുത്തില്ല. ഒന്നാം സഹായിക്കറേ മാത്രം. കുഡ് ഹാവിൻ്റെ അകത്ത് നോട്ട് ചേർത്തു. അതാണ്. ഇനി കുഡിൻറ്റ് ഹാവ് ഹി എന്ന് വേണ്ട. കുഡിൻറ്റ് ഹി. കഴിയില്ലായിരുന്നു. ഒറ്റ സഹായിക്കറി മതി. രണ്ടാമത്തെ സഹായിക്കറി എടുക്കേണ്ട. ഇന്നലെ പഠിപ്പിച്ചതാണ്. 7th സെൻറ്റൻസ്, ദ ഗേൾ വാണ്ട് സിങ് ഇൻ ദ പാർട്ടി. ആ പെൺകുട്ടി പാർട്ടിയിൽ പാടില്ല. അതായത് അവിടെ പാടാൻ വരില്ല. പാർട്ടി ഫംഗ്ഷൻ ആണെങ്കിൽ അവൾ പാടില്ല. ദ ഗേൾ വാണ്ട്. അപ്പോൾ എന്താണ്? വിൽ ഷി. ദ ഗേൾ ഷീ. ദ ഗേളിൻ്റെ പ്രൊനൗണേ കൊടുക്കാൻ പാടുള്ളൂ. വിൽ ദ ഗേൾ എന്ന് പറയാൻ പാടില്ല. വിൽ ഷീ. ലാസ്റ്റ് ഹി വെൻ ഫോർ എ ടൂർ. പഠിച്ചതാണ്. വെൻ്റ് ഡിഡിൻറ്റ്. ഹി വൺസ് അഗെയിൻ. എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിക്കുക. ഒന്നുകൂടി പറയാം മാഷ്. ടാഗ് ക്വസ്റ്റ്യൻ ഇവിടെ തീരാണ്. 3 പാർട്ടായി. 3ാമത്തെ പാർട്ടാണ്. ഒത്തിരി നേരം 3 ദിവസങ്ങളായിട്ട് ഇത് പറഞ്ഞു. ആക്ടിവിറ്റിയാണ് ബുക്കിലെ. He sometimes reads newspaper. Reads ആണ് വെബ്. ഡസ് എടുത്തു. പോസിറ്റീവാണ്. അവിടെ നെഗറ്റീവ് ചേർത്തു. ഹി പ്രൊനൗണാണ്, അതുകൊണ്ട് എടുത്തു. ഡസിൻറ്റ് ഹി. ഐ തിങ്ക് ഹി ഈസ് ഫ്രം മാൽദീവ്സ്. ഇതിൽ എടുത്തു പോകരുത്. ഹി ഈസ് ഫ്രം മാൽദീവ്സ്. ഈസ് ഇൻഡ് ഹി. 3 ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്. ഞാൻ പഠിപ്പിക്കുമ്പോൾ നീ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കരുത്. സംസാരിക്കുമോ? അതാണ് വിൽ യു. ലെറ്റ് us ഗോ സ്വിമ്മിങ്. നമുക്ക് നീന്താൻ പോകാം അല്ലേ? ഷാൽ വി. ലെറ്റ് ആയതുകൊണ്ട് ഷാൽ. പാസ് മീ ദ സോൾട്ട്. ആ ഉപ്പ് നീക്കിത്തരൂ. കണ്ടോ? ഇതിൽ നെഗറ്റീവ് ഇല്ല, അതുകൊണ്ട് നെഗറ്റീവ് ചേർത്തു. അല്ലെങ്കിൽ വിൽ യു ആണ് ഇവിടെ ചേർത്തത്. വാണ്ട് യു ഇമ്പാരറ്റീവ് ആണ്. 6 ഹി കുഡ് ഹാവ് ബോട്ട് എ കാർ. 2 ഓക്സിലറീസ് വന്നു. ഒന്നാമത്തെ മാത്രം എടുക്കുക. കുഡിൻറ്റ് ഹി. 7 ദ ഗേൾ വോണ്ട് സിങ് ഇൻ ദ പാർട്ടി. ഫ്യൂച്ചർ ടെൻസിൽ തന്നെ പറഞ്ഞതാണ്, അതുകൊണ്ട് മാറ്റമൊന്നും വരുത്തുന്നില്ല. ആ വീട് തന്നെ എടുത്തു. വിൽ ഷി. ദ ഗേൾ എന്ന സബ്ജക്റ്റിന് പകരം ഷീ എന്ന പ്രൊനൗൺ കൊടുത്തു. ലാസ്റ്റ് വൺ ഹി വെൻ ഫോർ എ ടൂർ. ഡിഡിൻറ്റ് ഹി. വെൻ എന്ന വാക്കെടുത്തു. അതിൽ ക്രിയനെ കണ്ടുപിടിച്ചു. ഗോ സഹായക്രിയ കണ്ടുപിടിച്ചു. ഡിഡും ഗോ ആണ് വെൻറ്റ്. ഡിഡ് എടുത്ത് ഇവിടെ ഇട്ടു. ഇതിൽ നോട്ടില്ല, അതുകൊണ്ട് നോട്ട് ഇട്ടു. ഡിഡിൻറ്റ് ഹി. സോ ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് tag questions. Let us wind up this class here, and this is the third part, and it's a very important part in the grammar session of high schools, high secondaries and colleges. So you try the best to learn it. Thank you.
विचार पढ़ने